ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. വർഷാവർഷമുള്ള വാർഷിക ധ്യാനവും മറ്റ് ധ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു ചെന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ദേവാലയത്തിലേക്ക് ക്ഷണിച്ച് വചനം ശ്രവിക്കുവാനായിട്ട് സ്വാഗതം ചെയ്ത് 100% ഇവിടെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പല ഭവനങ്ങളിലും മക്കളും കുഞ്ഞുമക്കളും പലരും വിദേശത്തും സ്വദേശത്തുമായി ജോലിയും മറ്റു കാര്യങ്ങളുമായി പുറത്തുള്ളവരാണ്. ഇവിടെയുള്ളവരിൽ 100%ഓളം അംഗങ്ങളുടെയും സാന്നിധ്യം ഈ ധ്യാനം എത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അതുകൊണ്ട് ഈ ഇടവക ജനത്തെ സംബന്ധിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ മിഷൻ ധ്യാനം ഒരു പുറകോട്ട് തിരിഞ്ഞു നോക്കി അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിക്കുവാനും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി കൂടുതൽ നവീകരിക്കപ്പെട്ട വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ ധ്യാനം ഓരോരുത്തർക്കും പ്രചോദനം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് തമ്പുരാന് നന്ദി പറയാം. തീർച്ചയായിട്ടും വിൻസെൻഷൻ സഭാംഗങ്ങളോട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ലോകം മുഴുവനുമുള്ള വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് വളർത്തുവാനും ബോധ്യപ്പെടുത്തുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അവർ നൽകുന്ന വലിയ ഒരു ശുശ്രൂഷയെ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ സമർപ്പിക്കുകയാണ്. ദൈവം സഭയെയും സഭാസമൂഹത്തെയും ഈ ധ്യാന ഗുരുക്കന്മാരെയും എല്ലായിടത്തുമുള്ള ക്രൈസ്തവ വിശ്വാസികളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധ്യാന ഗുരുക്കന്മാർ വിൻസെൻഷൻ സന്യാസ സഭയിലെ വൈദികരോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വർഷം ഒരു പ്രത്യേകതയുടെ ഒരു വർഷം കൂടിയാണ്. മാർപ്പാപ്പ പ്രത്യേകമായൊരു ജൂബിലി പ്രഖ്യാപിച്ചിരിക്കുക. നിങ്ങളത് അതിനെക്കുറിച്ച് സർക്കുലർ എഴുതി എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മരണത്തിൻ്റെ 800ാമത്തെ വർഷമാണ്. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തി, ഒരു വലിയ വിശുദ്ധൻ. ആ വിശുദ്ധനെ മറക്കാതെ ഈ 8 നൂറ്റാണ്ട് കഴിഞ്ഞും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആ വിശുദ്ധനെ ഓർക്കുക, വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് പിന്തുടരുക എന്ന്. നമുക്ക് 1182 അദ്ദേഹം ജനിച്ചു. ഇറ്റലിയിലെ അസീസി എന്ന സ്ഥലത്ത് വിശുദ്ധൻ ജനിച്ചു. 1126 മരിച്ചു. 45 വർഷങ്ങൾ. 23 വയസ്സ് വരെ ആഡംബരത്തിൽ ധനാഢ്യ കുടുംബമായതുകൊണ്ട് സാധ്യതകൾ മുൻപിലുണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് ലഭിച്ച പണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുവാക്കളെയും എല്ലാം ചേർത്ത് ആഡംബരത്തിൽ സുഖലോലുപതയിൽ അദ്ദേഹം ജീവിച്ചു. എന്നാൽ യുദ്ധത്തിൽ, പെറൂജിയായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടു. 1 വർഷത്തോളം ആ ജയിലിലായി, തടവറയിലായി. ആ തടവറയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കടന്നു വരിക. ആ വേദനയുടെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പഠിക്കാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ തടവറയിലായപ്പോൾ ദൈവം അദ്ദേഹത്തിന് സമയത്ത് ഭക്ഷണമില്ല, ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഇവിടെ നിന്ന് മോചനമുണ്ടോ എന്ന് സംശയം, മരണം തൊട്ടു മുമ്പിലുണ്ട്. അപ്പോൾ എന്തൊരു മാനസിക സമ്മർദ്ദമായിരിക്കും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ദൈവം, ഈശോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈശോ വിശുദ്ധനോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ദാസനെയാണോ യജമാനനെയാണോ? ഈ ചോദ്യം വിശുദ്ധൻ്റെ മനസ്സിനെ മുഴുവനായിട്ടും മാറ്റിമറിച്ചു. ആ ചോദ്യമില്ലായിരുന്നെങ്കിൽ നമുക്ക് വിശുദ്ധനെ, ഒരു ഫ്രാൻസിസിനെ ലഭിക്കുമായിരുന്നില്ല. വിശുദ്ധൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും, ഞാൻ എൻ്റെ ആഡംബര ജീവിതം, അത് ദാസ്യവൃത്തിയാണ്, അതിനുവേണ്ടിയുള്ള വ്യക്തിയല്ല ഞാൻ യജമാനൻ, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവം, അത് അദ്ദേഹത്തിന് ആ തടവറയിൽ ലഭിക്കുകയാണ്. തടവറയിൽ നിന്ന് പുറത്തു വന്ന ഫ്രാൻസിസ് പുതിയ ഒരാളായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് എന്തായിരുന്നു എന്ന്. ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് ജീവിതം നൽകുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെതാണ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതാണ് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഒരു സാർവത്രിക സാഹോദര്യം, എല്ലാവർക്കും സുഹൃത്തായി തീരുക.
അത് കുടുംബജീവിതത്തിലുള്ളവർക്ക് സുഹൃത്താകുകയല്ല, കുടുംബ കൂട്ടായ്മയിൽ, ഇടവകയിൽ, സമൂഹ ജീവിതത്തിൽ എവിടെയാണെങ്കിലും അവിടെ എല്ലാം സൗഹൃദം. അത് വ്യക്തികളിലല്ല, പ്രകൃതിയിൽ, മൃഗങ്ങളിലേക്ക്, സർവ്വജീവജാലങ്ങളിലേക്കും ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവത്രിക സാഹോദര്യം എത്തിക്കാനുള്ള ഒരു ജീവിതം, അതിന് എന്നും പ്രസക്തിയാണെന്ന് 8 നൂറ്റാണ്ട് കഴിയുമ്പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്നൊരു പേര് സ്വീകരിച്ചില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധൻ്റെ ജീവിതം നാം പഠിപ്പിക്കുന്നതിനായിട്ട് ചാക്രിക ലേഖനം നമുക്ക് എഴുതി തൻ്റെ തന്നെ ജീവിതത്തിലൂടെ, ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ചു. അവിടെ കൊണ്ടും അവസാനിപ്പിക്കാൻ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല. ലയോ മാർപ്പാപ്പയും തുടരുകയാണ്. 800ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ മരണം. ഒരു വർഷം മുഴുവൻ നിങ്ങൾ ജൂബിലിയായിട്ട് ആഘോഷിക്കണം. അദ്ദേഹം നമുക്ക് പകർന്നു തന്നത് ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ നമുക്ക് നൽകുന്നത് ഒരു സമാധാനത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം നമുക്ക് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് തീർത്ഥാടനം, ഫ്രാൻസിസിൻ്റെ ദേവാലയം നമുക്ക് തൊട്ടടുത്തുള്ളത് കത്തീഡ്രലാണ് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് കത്തീഡ്രലിലേക്ക് എപ്പോഴെങ്കിലും ചെറിയ കൂട്ടായ്മകൾ വ്യക്തിപരമായിട്ട് പോകുകയും നമുക്ക് സഭ നമ്മുടെ ആവശ്യപ്പെട്ട ഈ വിശുദ്ധ ഫ്രാൻസിസ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് സ്വാംശീകരിക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള ഒരാഹ്വാനമാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. അതൊരു നിസ്സാര കാര്യമായിട്ട് എടുക്കരുത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജഡികമായിട്ടുള്ള മോഹങ്ങളും താല്പര്യങ്ങളും അതൊരു യുദ്ധം തന്നെയാണ്. അന്ധകാര ശക്തികളോടൊരു യുദ്ധം നാം പ്രഖ്യാപിക്കേണ്ടതാണ് ഇല്ലാതാക്കുന്നതിന്. സമാധാനത്തിൻ്റെ മേഖലകൾ നമുക്കതുകൊണ്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പ്രവാചകനായി, രണ്ടാമത്തെ ക്രിസ്തുവായി വിശുദ്ധ ഫ്രാൻസിസിനെ ദൈവം അയച്ചെങ്കിൽ നമുക്കിന്നും വിശുദ്ധ ഫ്രാൻസിസ് ജീവിക്കുന്നത് സുവിശേഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നതിനാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ മനോഹരമായ സമാധാന പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കുകയും ഈ ഒരു വർഷം കാണാതെ പഠിക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സമാധാന പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ എല്ലാം കയ്യിൽ ആ സമാധാന പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അത് കാണും. നമുക്ക് ഗൂഗിളിൽ നിന്ന് അത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ പ്രാർത്ഥനയുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്ത് സമാധാനം നമുക്ക് വ്യക്തിപരമായും സമൂഹത്തിലും ലഭിക്കും. കർത്താവേ, അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്കിടയാകട്ടെ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ആമേൻ. ഇത്രയും മനോഹരമായൊരു പ്രാർത്ഥനയാണ്. സുവിശേഷം മുഴുവനും, ഈശോ മുഴുവനും ആ പ്രാർത്ഥനയിലുണ്ട്. നമുക്ക് ആ പ്രാർത്ഥന കാണാതെ പഠിക്കുകയും അത് എന്നും ഉരുവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം, എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്നല്ലേ പ്രാർത്ഥന. നമുക്ക് സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകണം. നമുക്ക് വിദ്വേഷത്തിൻ്റെ ഉപകരണങ്ങളാകാൻ പറ്റും, പക്ഷേ നമുക്ക് സമാധാനത്തിൻ്റെ പ്രവാചകരാകാം. വിദ്വേഷമുള്ള, ദ്രോഹമുള്ളടത്ത് ക്ഷമ, നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ, സന്ദേഹമുള്ളിടത്ത് വിശ്വാസം, നിരാശപ്പെട്ടിട്ടുള്ളവർക്ക് പ്രത്യാശം, ദുഃഖിക്കുന്നവർക്ക് ഒരു സന്തോഷമായിട്ട്, ജീവിതത്തിലെ അന്ധകാരത്തിലൂടെ കടന്നു വരുന്നവർക്ക് പ്രകാശമായി തീരാൻ ഈ സമാധാനത്തിൻ്റെ പ്രാർത്ഥന നമ്മെ പ്രത്യേകമായിട്ട് നമുക്ക് പലപ്പോഴും മറ്റുള്ളവർ നമ്മെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. അതിനേക്കാൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ മനസ്സിലാക്കാത്ത നിമിഷങ്ങളുണ്ട്. അത് പ്രശ്നമല്ല. ഇങ്ങനെ മനസ്സിലാക്കപ്പെടാത്ത ആളുകളെ മനസ്സിലാക്കുന്നതിന് ഇതിനെല്ലാം നമുക്ക് എത്രയോ സമാധാനം സമൂഹത്തിലുണ്ടാകാം. അങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമാധാന പ്രാർത്ഥന നമുക്ക് എത്ര കൊടുത്തോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കും.
നമ്മളോട് പൂർണ്ണമായി ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുമ്പോൾ നമ്മെ ക്ഷമിക്കപ്പെടും. മരണമാണ് മരണമേ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് മരണത്തെ ആലിംഗനം ചെയ്യുന്ന വിശുദ്ധനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പോപ്പുലർ മിഷൻ്റെ സമാപനത്തിലെത്തുമ്പോൾ കൃതജ്ഞതയോടുകൂടി ദൈവത്തോട് നന്ദി പറയാം. വിൻസെൻഷ്യൻ സമൂഹത്തിൽ ജോജച്ചനോടും സഹോദരങ്ങളോടുമുള്ള കൃതജ്ഞത, പരിശുദ്ധ അമ്മയോടും എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൃതജ്ഞത അറിയിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനോടാണ്, സജ്ജിയച്ഛനും. ഇങ്ങനെ പോപ്പുലർ മിഷൻ്റെ ധ്യാനം സാധ്യതകളുണ്ട്, ഇവിടെ സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും നമുക്ക് എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് അച്ഛൻ ചെയ്യുകയും ചെയ്തു. അച്ഛൻ്റെ കൂടെ പ്രിയപ്പെട്ട കൊച്ചച്ഛനും പ്രിയപ്പെട്ട കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചു. ഏറെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സും എല്ലാവരും കൂടി അതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കാം. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിന്നാനന്ദമേ, ആരാധിൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിന്നാനന്ദമേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി തിരുവൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ, ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങളിതാ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഗാനത്തോട് ചേരാം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കൈകൾ വീശിക്കൊണ്ട് യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ഇരുകരങ്ങളും ചുണ്ടോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, ദൈവമേ, എനിക്ക് ഏറ്റവും അധികം വീഴ്ച സംഭവിക്കുന്ന എൻ്റെ സംസാരത്തിലാണ്. എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് പറയുവാൻ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാ. പ്രവാചകന്റെ അധരത്തിൽ ഇതാ തീക്കനൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ പ്രവാചകന്റെ അധരം നന്മ നിറഞ്ഞ അധരമായിട്ട് മാറി. നീ നല്ലത് പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. നന്മയായത് പറയുവാൻ, കുറ്റം പറയുന്ന, തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. അധരത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് പറയുവാൻ, നന്മയായത് പറയുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ. കണ്ണുകൾ അടയ്ക്കുന്ന ഇടതുകരം നിങ്ങളുടെ ഹൃദയത്തോട് വലതുകരം തൊട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ അല്ലെങ്കിൽ തോളിൽ വെക്കുന്നു. ശിരസിൽ അല്ലെങ്കിൽ തോളിൽ വെക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൈദികർ അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയം ഇതാ നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരനെ, ഈ സഹോദരിയെ, ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും ഇതാ ആ വ്യക്തിയെ സമർപ്പിച്ച് ഈ വ്യക്തിയുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, എല്ലാ ജീവിത മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസം ഉണ്ടാകുവാനായിട്ട് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈ ദൈവജനത്തിന് വേണ്ടി വൈദികരി താഴ്ത്താരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കൈവെപ്പ് ശുശ്രൂഷയിലൂടെ, ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ കൃപയിൽ നിന്നും കൂടി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കൃപയോടെ ജീവിക്കുവാൻ, അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ മക്കളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനകളെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഏറ്റെടുക്കണമേ, വിശദീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിച്ചേ. വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടിക്കേ. വെൺപ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഓരോ മക്കളെ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ആ വ്യക്തിയുടെ നെറ്റിയിൽ നിന്ന് കുരിശ് വരച്ച് ആശീർവദിച്ച് അൾത്താരയിലേക്ക് തിരിയുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നമ്മുടെ പക്കലേക്ക് ദിവ്യകാരുണ്യനാഥനിതാ ഈ അൾത്താര വിട്ട് നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ഇതാ ഈശോ വഴിയരികിലൂടെ കടന്നു പോകുമ്പോൾ അന്ധയാചകൻ വിളിച്ച് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഈശോ അവനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ആരാധന, ആരാധന, കൈകൾ ഉയർത്തി, കൈകൾ വീശി തിരുവനെ ആരാധന. എല്ലാവരും ആരാധന, ആരാധന, തിരുവന് ആരാധന. കൈകളടിച്ച് ശക്തിയോടെ കൈയടിച്ച് ഈശോ കടന്നു വരുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ, പ്രായമായ മാതാപിതാക്കളെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച്, ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച്, നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്നു. അന്തർക്കു കാഴ്ചയുമായി, ബന്ധിതർക്കു മോചനമായി, ബധിരർക്കു കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. അന്തർക്കു കാഴ്ചയുമായി, ബന്ധിതർക്കു മോചനമായി, ബധിരർക്കു കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ആരാധന, ആരാധന, തിരുവന് ആരാധന. എല്ലാവരും ആരാധന, കൈകൾ വീശി ആരാധന, തിരുവന് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാ എല്ലാവരും ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അനീഷ് കെ ജോസ്, വേനപ്പാറ ഹോളി ഫാമിലി ചർച്ചിലെ അംഗമാണ്. ഞാൻ വേനപ്പാറ ഇടവകയിലെ KCYM പ്രവർത്തകനും താമരശ്ശേരി രൂപത യുവജന പ്രസ്ഥാനത്തിൻ്റെ രൂപതാ സെക്രട്ടറിയുമാണ്.
ഈ ആധുനിക കാലഘട്ടത്തിൽ യുവജനങ്ങൾ വിശ്വാസത്തോടും ദൈവത്തിൽ നിന്നും ഈശോയിൽ നിന്നുമൊക്കെ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഏറെ പ്രത്യേകമായി ഈശോയോട് അടുപ്പിക്കുവാൻ ഈ ധ്യാനത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ധ്യാനത്തിലെ ഓരോ ശുശ്രൂഷകളും, വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകളുമെല്ലാം ഓരോ യുവജനത്തെയും ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഏറെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം നടന്ന നമ്മുടെ എല്ലാ മാതാപിതാക്കളുടെ വിവാഹം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അച്ഛൻ്റെ ഓരോ പ്രാർത്ഥന നിർഭരമായ ഓരോ വാക്കിലൂടെയും അവരുടെ വിവാഹം നമ്മൾ തത്സമയം നേരിട്ട് കണ്ട് അത് അനുഭവിക്കുന്ന ഒരു പ്രതീതി നമുക്ക് അവിടെ ഉണ്ടായി. അത്തരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഹൃദയത്തെ വളരെയേറെ സ്പർശിക്കുന്നതായിരുന്നു. ഇതിലൂടെയെല്ലാം ഓരോ യുവജനങ്ങൾക്കും ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഈശോയോട് ചേർന്ന് നിന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ധ്യാനം ഇവിടെ നടത്തിയ പ്രിയപ്പെട്ട ജോജോ അച്ഛനും തോമസ് അച്ഛനും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ വൈദികർക്കും ഗാന ശുശ്രൂഷകൾക്കും മറ്റെല്ലാവിധ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.